ഹായ്. ഇവനെ അങ്ങോട്ട് പൊക്കാൻ പൈനാപ്പിൾ. ഓക്കെ, ഒന്ന് വലിയ ചക്കയാ, അടിപൊളി ചക്ക. ഇതുണ്ടോ കൊലയായിട്ടിങ്ങനെ അടത്തി ഈ കവറിലേക്ക് വെക്കാം. ഇതിപ്പോൾ ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇത് രസമല്ലേ? ഇതുണ്ടോ, അടിപൊളിയല്ലേ? ഒരു കൊല അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം 3 ബങ്കനവല്ലി ഇല്ലാന്ന് சொல்ல വേണ്ട. അല്ല, ആച്ചിൽ തേക്കുമരത്തിൽ കയറി കിടക്കുന്നുണ്ടോ? അതിലേ വീഴാമേ പത്ത്. ആ, ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളിവിടെ ഈ ബങ്കനവല്ലി എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളും മഞ്ഞയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബങ്കനവല്ലി എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണ് ബങ്കനവല്ലി എന്ന് പറയാറുള്ളത്. അപ്പോൾ അത് ഞങ്ങളിവിടെ നടാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഇത് കണ്ടില്ല, ഒരു മൂടിയ കാലാവസ്ഥയാണ്. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി, ഭയങ്കര മഴ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു നമുക്കിന്ന് കുറച്ച് മാവ് വെക്കാം. അത് ഈ ബങ്കനവല്ലി എനിക്കില്ല, ബങ്കനവല്ലി ഇല്ല ആക്ച്വലി. കുറേ ഒരു 7-8 ഐറ്റംസ് മാവുണ്ട് എനിക്ക്, പക്ഷേ ഈ ബങ്കനവല്ലി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബങ്കനവല്ലി വെക്കണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബങ്കനവല്ലി മാവിൻ്റെ തൈ വെക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ 2-3 മാങ്ങ ഞങ്ങൾ വാങ്ങി കഴിച്ചു. അപ്പം അതിൻ്റെ മാങ്ങാണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, 2 ചെടിയുടെ തൊട്ടിക്കകത്ത് ഞങ്ങൾ വെച്ചു. അപ്പോൾ ഇത് സംഭവം വളർന്നിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയായി. ബങ്കനവല്ലിയുടെ മാന്തയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പം എന്തായാലും നമ്മൾ തിന്ന സാധനം തന്നെ ഇട്ട് മുളപ്പിച്ചിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ വെക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഇത് നോക്ക്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സാധനം ഞാനിവിടെ ഇതുണ്ടോ, നിങ്ങൾ ഇതൊരു ചെടിയാണ് ആക്ച്വലി. ഇത് പാക്കല്ല കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ പാക്ക് പോലെ ഇരിക്കും. ഇത് നമ്മൾ വളർന്ന് മുകളിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര രസമാണ്. ഇത് പാക്ക് പോലെ ഇങ്ങനെ കുലച്ച് നിൽക്കും. ഒരു കൊലയിൽ ഒരു 500 കായെങ്കിലും ഉണ്ടാവും. അത് കാണാൻ ഭയങ്കര രസം. പക്ഷേ ഞാനിതൊരു പരീക്ഷണത്തിനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കാണ്. ഇത് കുറച്ച് പാകി വിടാൻ പോകാം, വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലത്തെ പോളിത്തീൻ കവർ ഞാൻ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കവറാണ്, ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള കവറാണ് ഇത്. ഞാൻ വാങ്ങി വെച്ചേക്ക് നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ളൊരു പാക്ക് ഉണ്ടല്ലോ, അതാണ് ഈ സാധനം. അപ്പം ഇതിനകത്ത് കുറേ ചെടികളും കാര്യങ്ങളുമൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വേണേൽ നടാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും കുറേ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണിത്. ഈ ചിത്രശലഭം എന്നെ വിട്ട് പോകുന്നേ ഇല്ലല്ലോ. ഇതിങ്ങനെ തേൻ കുടിച്ചോണ്ടിരിക്കുക. അതെൻ്റെ അടുത്തേക്ക് വന്ന് തേൻ കുടിക്കാൻ നോക്ക്. ഇതാണ് ചിത്രശലഭം തേൻ കുടിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഈ പൂവിൻ്റെ തേനാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇത് നല്ല വെള്ള മൊസാണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കണ്ട, അത് എൻ്റെ അടുത്ത് ഒന്ന് തേൻ കുടിക്കാൻ വേണ്ടി തന്നെ വരിക ആ ചിത്രശലഭം. ഇത് പിന്നെ ഒരു ഓലോലിയാണ് കേട്ടോ. ഇത് കുറച്ച് വലുതായി. ഇത് ഞാൻ ചെറിയ ചെടിയായിരുന്നപ്പം ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇതിപ്പം വലുതായപ്പം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇത് നല്ല ഓലോലി. ഇതുണ്ട്,
നല്ലതായിട്ട് വളർന്നിരിക്കുകയാണ്. ഇത് കാ വരുമല്ലോ എന്നൊന്നും അറിയില്ല, നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറല്ലേ, പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ച മഞ്ഞളാണ്. പക്ഷേ ഇത് എന്താണ് ഇത്രയും വലിപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇതിന് കിഴങ്ങ് മഞ്ഞൾ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇലിമ്പിപ്പുളിയാണ് കേട്ടോ ഇത്. ഇലിമ്പിപ്പുളി ആയിട്ടില്ല, എനിക്കൊന്ന് അടുത്ത വർഷം നന്നായിട്ട് കായ്ക്കും. അന്നേരം നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ ഒരു ചെറിയ പരീക്ഷണമായിരുന്നു ഈ കമുക് വെക്കുക. പക്ഷേ വെച്ച കമുകെല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനോർത്തു ഈ കമുകെന്ന് പറയുന്ന സാധനം കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇവിടെ പിന്നെ നമ്മൾ ഈ കവറിനകത്തൊക്കെ ഒരുപാട് മഞ്ഞൾ ഞാനിങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ട്. കിട്ടുന്നതാകട്ടെ എന്ന് കണ്ട് വെച്ചേക്കുന്നതാണ്. വലിയ രീതിയിലുള്ള പരിപോഷിപ്പൊന്നും കൊടുക്കാറില്ല. എന്തായാലും എനിക്ക് പറഞ്ഞില്ലേ, കമുക നല്ല രസമായിട്ട് കമുക ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വളർന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. കുറച്ച് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇതിനിടയ്ക്കെല്ലാം ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കട്ടെ. മഴ ആയതുകൊണ്ട് ചാണകപ്പൊടി ഇട്ടാൽ നല്ലതായിട്ട് കയറി വരും, നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവിനുള്ള കുഴി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതുണ്ടോ, മാവിനുള്ള കുഴി റെഡിയാണ്. பெருமாள் இது என்ன என்ன எதுக்கு இந்த குழி? இது மாஞ்செடி வைக்கிறதுக்கு. மாஞ்செடி மகனவள்ளி மாஞ்செடி. பங்கனவள்ளி. பங்கனவள்ளி நல்ல டேஸ்டா இல்லை? நல்ல டேஸ்ட். அது நல்லா விரும்பி சாப்பிட்ற பழம் அதுதான். அதுக்காக தான் இன்றைக்கி இந்த செடி வைக்கலான்னு குழி எடுத்துக்கலாம். சரி, இப்போ நல்ல மழை இருக்கு, சரி சின்னதாக மழை பெஞ்சிட்டு இருக்கு. தூரல் போட்டு இருக்கு. ஆமாம், அது பிரச்சனை இல்லை. பிரச்சனை கிடையாது. நல்லா கிளைமேட் வெயில் கிடையாது. நல்ல எறும்பு இருக்கு எங்கே? ஆமாம் ஆமாம் ஆமாம், അത് അത് ലൈൻ ഫുള്ളും ഇരിക്കുന്നു. എറുമ്പ് ഇരിക്കല്ലേ. ശരി, ഇപ്പം പുളിയാണ് കേട്ടോ. ഇതൊരു കുടംപുളി. ഞാൻ ഒരു കുടംപുളി വെച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് തന്ന കുടംപുളിയാണ്. അപ്പോൾ ഈ ഒരു കുടംപുളി വെച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇത് ഒരെണ്ണം വെച്ചാൽ സെറ്റാകത്തില്ല, ഇതിൻ്റെ കൂടെ ഒരെണ്ണം ആണും പെണ്ണും വേണമെന്ന് പറഞ്ഞു. ഇത് ആണും പെണ്ണും ഏതാണെന്ന് നമുക്കറിയില്ല, എന്തായാലും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതും. അപ്പം ഒരു പക്ഷേ ഇതായിരിക്കും ആണ് എന്ന് നമുക്കങ്ങ് സങ്കല്പിക്കാം. ഇത് പെണ്ണ്. പിന്നെ ഇവിടെ നമ്മൾ വെച്ചേക്കുന്ന ഒരു അമ്പഴം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണിത് മൊത്തം. ഇത് അമ്പഴം വലുതായി വന്നേക്കുക. ഈ അമ്പഴം ഇവിടെ കായ്ക്കോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, നോക്കാം. പിന്നെ അടുത്തത് ഇവിടെ വെച്ചേക്കുന്നത് എന്താ, ജാതിപ്പത്തിരി, ജാതിക്ക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതൊന്നും ഒരിക്കലും തമിഴ്നാട്ടിൽ വരുന്ന സാധനമല്ല, പക്ഷേ ഒരു പരീക്ഷണം. എനിക്കൊന്നൊരു 2 വർഷമെങ്കിലും ആയി ഇത് വെച്ചിട്ട്, പക്ഷേ ഇത് ഇത്രയെങ്കിലും ആയി. എനിക്ക് ഇത് കാ വരിക എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇതിവിടെ ഇതുണ്ടോ, കാച്ചിലിൻ്റെ വള്ളി ഇതേ കയറി കിടക്കുന്നത്. ഇതിപ്പോൾ ഈ എടുത്ത് വിട്ടില്ലെങ്കിൽ ഈ മരത്തിന് ദൂഷ്യം ചെയ്യും. അപ്പോൾ കാച്ചിലും ഇവിടെ ഉണ്ടെന്ന് ചുരുക്കം. ഇത് കണ്ടോ, ഇവിടെ ഞങ്ങൾ കാച്ചിൽ വെച്ചതാണ്, അതിൻ്റെ വള്ളിയാണ് അങ്ങോട്ട് കയറിയേക്കുന്നത്. ഞാൻ ആ വള്ളി പയ്യത് ഈ കപ്പയിലേക്ക് ചുറ്റി അങ്ങോട്ട്, ഇതിൻ്റെ അധോഗതിയായിരിക്കും. പിന്നെ ഇത് സപ്പോട്ടയാണ് കേട്ടോ, സപ്പോട്ട മരമാണ്. ഇത് കണ്ടോ, ഈ സപ്പോട്ട നല്ല നല്ല മധുരമായി സപ്പോട്ടയ്ക്ക്. ഇതുണ്ടോ, നല്ല മധുരമാണ് സപ്പോട്ട. പക്ഷേ എന്തായാലും നമ്മൾ വെച്ചേക്കുന്ന ചെടി ഇത് പിന്നെ ഇവിടെ ഒരു ചാമ്പ നിൽപ്പുണ്ട്, പക്ഷേ ആ ചാമ്പയൊന്നും അത്ര സുഖമായിട്ട് വന്നിട്ടില്ല. നമുക്ക് നോക്കാം. പറഞ്ഞാൽ കുറേ സാധനങ്ങൾ പറിക്കാനുണ്ട് കേട്ടോ. ഇതുണ്ട് നെല്ലിക്ക, നമ്മുടെ ഇത് നെല്ലിമരമാണ് ഇവിടെ നിൽക്കുന്നത്. ഇതേന്ന് വീണേക്കുന്ന നെല്ലിക്കയാണ്. ഇത് കണ്ടോ, ആ നിലത്ത് വീണ് കിടക്കുക. പക്ഷേ ഇവിടെ പറിക്കാൻ വേണ്ടി പല പല സാധനങ്ങൾ റെഡിയാണിത്. പൈനാപ്പിൾ പഴുത്ത് കിടക്കുന്നുണ്ടോ, അപ്പോൾ ഇവനെ ഒന്ന് പറിക്കണം. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. അത് അടിപൊളിയല്ലേ, ഇത് വലിയ ചക്കയാണ്, അടിപൊളി ചക്ക. ഇതുണ്ടോ, കൈതച്ചക്ക, അടിപൊളി പൈനാപ്പിൾ. ഒരു 3 എണ്ണം പറിക്കാനുണ്ട്. ഇവിടെ ചക്ക ഭയങ്കര കറുത്ത് കിടക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നൊന്നും ഒരു പിടിയില്ല. നമുക്ക് ഇട്ട് നോക്കി അറിയാം. ഒരു 3 ചക്ക കറുത്ത് മോശമായി പോയിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇന്നലത്തെ മഴയിൽ ഈ നാരങ്ങ എല്ലാം താഴെ വീണ് കിടക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇന്നലത്തെ മഴയിൽ മൊത്തം പൊഴിഞ്ഞ് താഴെ വീണ് കേട്ടോ. ചെറുനാരങ്ങയാണ്, പൊഴിഞ്ഞ് കംപ്ലീറ്റ് താഴെ വീണൊക്കെ. ഇപ്പം ഇതെല്ലാം പെറുക്കിയെടുക്കണം, വേറെ വഴിയില്ല. ആഹാ, ഇവിടെ ഒരു പേരയ്ക്ക പഴുത്ത് നിൽക്കുന്നത് കണ്ടോ. അടിപൊളിയല്ലേ, നല്ല പഴം കേട്ടോ. ഓക്കേ, ഇത് ഇവിടെ പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ പേരയ്ക്ക ഭയങ്കരമായിട്ട് അങ്ങ് പഴുക്കുക. ഇതുണ്ടോ,
പഴുത്ത് നിൽക്കുക. ചെറിയ പേരൊക്കെയാണ്, പക്ഷെ നല്ല മധുരമുണ്ട്. അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? നല്ല രസമല്ലേ? ഇതൊരാഗ്രഹമായിരുന്നു ഇതൊക്കെ ഇവിടെ കായ്പ്പിക്കുക എന്നുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ചെറിയ പഴുക്കാറായിട്ട് ഇത് കുറേ കുഞ്ഞു കായുണ്ട് ഇതിൽ. ഇത് കണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ട് ഈ മാങ്ങയല്ല, ഇത് നീലം മാങ്ങ കേട്ടോ. നീലം മാങ്ങ എന്ന് പറഞ്ഞൊരു വർഗ്ഗമാണ്. നല്ല അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ടതാണ്. സൂപ്പറായത്, നല്ല മധുരമാണിത്. പക്ഷെ ഇത് പറിക്കാൻ ഇച്ചിരി സമയം കഴിഞ്ഞു പോയി കേട്ടോ. ഇത് ഈ ബാംഗ്ലൂർ മാങ്ങ, സേലം മാങ്ങ എന്നൊക്കെ പറയുന്ന വർഗ്ഗമാണ്. അടിപൊളിയാണ്. ഈ താഴെ കിടക്കുന്ന മൊത്തം കൂടുതലും നീലമാങ്ങയാണ്. പിന്നെ ഇതില്ലേ, ഇത് ആക്ച്വലി എനിക്കൊന്നും ഇതൊരു 3/4 കിലോ ഉണ്ട് ഈ സാധനം. ഇത് നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ മൽഗോവ എന്ന് പറയുന്നത് മേലെ നിന്ന് വീണിട്ട് പൊട്ടിയേക്കുന്നതുണ്ടോ. കാരണം മുകളിൽ നിന്ന് ഈ തോട്ടിക്ക് പറിച്ചിട്ടേക്കുന്നതുകൊണ്ടേ അതാണ് പ്രശ്നം. പക്ഷെ അതൊക്കെ വേഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ആരും നോക്കാം നമുക്ക്. എങ്ങനെ திடீர்னு தண்ணி இவ்வளோ வருது? ஆ റോഡ് കണ്ടോ, ഭയങ്കര മോശമായിട്ടുണ്ട്. ഈ മഴ അങ്ങോട്ട് ഇപ്പം പെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം നിന്നിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് വലിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും വണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. കാരണം ഇതുണ്ടോ, ഇവിടെ മൊത്തം വെള്ളം നമ്മുടെ ഈ മണ്ണായതുകൊണ്ട് ഈ മഴ അങ്ങോട്ട് ചെയ്തപ്പം റോഡ് മുഴുവനും പ്രശ്നമാണ്. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെളി വെള്ളവും മണ്ണും ചേർന്നുകൂടാണ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കട്ടെ.